ഇത് ശരിയല്ല. കലാപകാരികളാണവർ. ബംഗളൂരുവിൽ ഇന്നലെ അഴിഞ്ഞാടിയത് സംഘപരിവാറിന്റെ മോഡലിലുള്ള കലാപം തന്നെയാണ്. ഒരു പേടിയുമില്ല തുറന്നു പറയാൻ. എന്തൊരു തെമ്മാടിത്തരമാണത്. മറ്റൊരിടത്ത് മറ്റൊരുത്തൻ തെമ്മാടിത്തരം കാണിച്ചപ്പോൾ ഒരു നരഭോജി ഒരു മതത്തിന്റെ പ്രവാചകനെ വളരെ മോശമായി ആക്ഷേപിച്ചപ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടത് ഈ രീതിയിലാണോ? എങ്കിൽ നിങ്ങളും സംഘപരിവാറിന്റെ തീവ്രവാദികളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ഇതൊക്കെ മുസ്ലിം സമുദായത്തിന്റെ പേരിലാണെന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ആ സമുദായത്തിന്റെ ഏഴയലത്ത് വരില്ല. നിങ്ങൾ എന്താ വിചാരിച്ചത്? പോലീസിന്റെ ജീപ്പ് കത്തിച്ചു കഴിഞ്ഞാൽ, പോലീസുകാരുടെ ബസ് കത്തിച്ചു കഴിഞ്ഞാൽ, MLA വീട് ആക്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തോ വലിയ പ്രതിരോധം തീർത്തു എന്നാണോ? എങ്കിലല്ല, ഇത് പ്രതിരോധമല്ല. നിങ്ങൾ കലാപകാരികളാണ്. ഇത് ആഭാസമാണ്. നിങ്ങൾ കാരണം പേരുദോഷം വരുന്നത് മുസ്ലിങ്ങൾക്കാണ്. ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ രീതിയല്ല. കലാപത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് MLA വീട് ആക്രമിക്കുന്നു. ആരാണ് പറഞ്ഞു തന്നത്? അവിടെ ഒരുപാട് നേതാക്കൾ ഉണ്ടായിരുന്നല്ലോ. അവരൊക്കെ വിളിച്ചു കൂവി പറയുന്നുണ്ടല്ലോ, ചെയ്യരുത്, ഇത് രീതിയല്ല, ഇത് തെറ്റാണ് എന്ന്. അതെന്ത് നിങ്ങൾ കേൾക്കാത്തത്? 3 പേരുടെ ജീവൻ കൊടുത്തില്ലേ നിങ്ങൾ? 3 പേരെ കൊലക്ക് കൊടുത്തില്ലേ നിങ്ങൾ? ഒരു നരഭോജി ശ്രീനിവാസമൂർത്തിയുടെ മരുമകനായിട്ടുള്ള, അതായത് ബംഗളൂരുവിലെ MLA ആയിട്ടുള്ള ശ്രീനിവാസമൂർത്തിയുടെ മരുമകൻ നവീൻ എന്ന നരഭോജി ഒരു മതത്തിന്റെ പ്രവാചകനെ വളരെ മോശമായി ചിത്രീകരിച്ചപ്പോൾ ആ ചിത്രീകരണത്തിന് മറുപടി കൊടുക്കേണ്ടത് ഈ രീതിയിലാണ് എന്ന് നിങ്ങളെ പഠിപ്പിച്ചു തന്നത് ആരാണ്? പറയണമെന്ന് നിങ്ങൾ പറഞ്ഞു തരണം. നിങ്ങളും കലാപകാരികളാണ്. സംഘപരിവാറിന്റെ നരഭോജികൾ ഡൽഹിയിൽ അഴിച്ചുവിട്ടതും കലാപം തന്നെയാണ്. അവരുടെ അതേ മാതൃക തന്നെയാണ് ബംഗളൂരുവിൽ കണ്ടത്. എന്തൊരു മോശമാണ്, എന്തൊരു തെമ്മാടിത്തരമാണ്. ഏത് തരത്തിലാണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടത് എന്ന് ഞങ്ങൾക്കറിയുന്നില്ല. നേതാക്കൾ ആർജവത്തോടെ പറയണം. ബംഗളൂരുവിലെ ചില നേതാക്കൾ തുറന്നടിച്ച് പറഞ്ഞിട്ടുണ്ട്, അവരെ ഞാൻ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. ശരിയാണ്, അങ്ങനെയാണ് പറയേണ്ടത്. BJP-യുടെ സംഘപരിവാറിന്റെ നേതാക്കൾ പറയുന്നത് പോലെ കലാപത്തിന് എണ്ണയൊഴിച്ചു കൊടുക്കേണ്ടതല്ല നമ്മളെന്ന് ബംഗളൂരുവിലെ ചില നേതാക്കൾ കാണിച്ചു തന്നു. അവർക്ക് കൈയടിക്കുകയാണ്. മുജാഹിദ് ഭാഷയെ പോലെയുള്ള നേതാക്കൾ ആർജവത്തോടെ വിളിച്ചു പറഞ്ഞു, ഇത് നമ്മുടെ രീതിയല്ല എന്ന്. കലാപകാരികൾ എല്ലാവരും ഒന്ന് തന്നെയാണ്. തെറ്റ് ചെയ്തവൻ തെറ്റുകാരൻ തന്നെയാണ്. ഇവിടെ പോലീസില്ലേ? പോലീസിൽ നിന്ന് നീതി ലഭിച്ചില്ല എങ്കിൽ കോടതിയില്ലേ? കോടതി എന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയും ഇന്നത്തെ കോടതിയെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന്. എല്ലാവരെയും ഞങ്ങൾ അക്കൂട്ടത്തിൽ പെടുത്തുന്നില്ല. ഇന്നും പല കോടതികളിൽ മാന്യന്മാരായിട്ടുള്ള ജഡ്ജിമാരുണ്ട്. ഡൽഹി ഹൈക്കോടതിയിൽ എത്രയോ തൻ്റെ ഇടമുള്ള ആർജവമുള്ള ജഡ്ജിമാരുണ്ട്. നമ്മൾ കണ്ണു തുറന്ന് കണ്ടതാണ് ചന്ദ്രശേഖർ ആസാദിന്റെ വിഷയത്തിൽ. അതുപോലെ കർണാടകയിലെ ചില ജില്ലാ ജഡ്ജിമാരൊക്കെ എത്ര മാന്യമായിട്ടാണ് ചില കേസുകളിൽ വിധി പറയാറുള്ളത്, തീരുമാനങ്ങൾ എടുക്കാറുള്ളത്. ഇത് തെറ്റാണ്. ഇതൊന്നും ദോഷമല്ലാതെ നന്മ ചെയ്യില്ല. ഇത് വർഗീയ കലാപത്തിന് കാരണമാകുന്ന ഒരു കലാപത്തിന്റെ തുടക്കം തന്നെയാണ് ബംഗളൂരുവിൽ സംഭവിച്ചത്. കലാപകാരികൾ കാരണം നഷ്ടമായത് 3 പേരുടെ ജീവനാണ്. എത്രയോ പോലീസുകാർക്ക് പരിക്കേറ്റില്ലേ? എത്രയോ നിരപരാധികളായിട്ടുള്ള പോലീസുകാർ അക്കൂട്ടത്തിൽ ഉണ്ടാവില്ലേ? ഈ രീതി വേണ്ട. ഇത് തെറ്റാണ്. വോട്ട് ബാങ്കിനെ പേടിച്ചിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ ആ മിണ്ടാതിരുന്ന രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ സംഘപരിവാർ നേതാക്കന്മാർക്ക് തുല്യരാണ്. തെറ്റ് തെറ്റാണ് എന്ന് പറയാൻ പറ്റുന്ന ഇടത്താണ് നന്മയുടെ ലോകം ജനിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.